ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഏറ്റവും പുതിയ പ്രൊമോഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ അടുത്ത് ചെല്ലുകയാണ് മാനസ. കൺമണിയോട് കൃഷി ഡിസൈൻ വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്ന മാനസയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാനസ കൺമണിയോട് ഒരു സഹായം ചോദിക്കുകയാണ്. ഇനി തവണ എന്നെ രക്ഷിച്ചതുപോലെ ഇത്തവണയും നീ എന്നെ രക്ഷിക്കണം കൺമണി. ഈ ഒരു കോൺടെസ്റ്റിൽ ഞാൻ എൻ്റെ ഡിസൈൻ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് മൊത്തത്തിൽ ഒരു നാണക്കേടായി തീരും. മാത്രമല്ല കൃഷാണെങ്കിലും എന്നെ വെറുക്കും. അതുകൊണ്ട് നീ വരയ്ക്കുന്ന ഡിസൈൻ എന്റേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്ന് മാനസ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും മാനസയുടെ ആഗ്രഹം പോലെ തന്നെ കൺമണി താൻ വരച്ച ആ ഡിസൈൻ മാനസയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. മാനസയാണ് വരച്ചതെന്നുള്ള രീതിയിൽ മാനസയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുന്നതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കെട്ടിപ്പിടിച്ച് തന്റെ നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല മാനസ വരച്ച ആ കൊള്ളില്ലാത്ത ഡിസൈൻ കൺമണിക്കും കൊടുക്കും. അത് കൺമണി വരച്ചതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നീട് കൃഷ്ണനെ ചെന്ന് കാണിക്കുകയാണ് മാനസ താൻ വരച്ച ആ ഡിസൈൻ. ശരി, യഥാർത്ഥത്തിൽ അത് മാനസയല്ല, കൺമണി വരച്ചതാണ്. കൃഷ്ണാണെങ്കിലും അത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും നല്ല ഡിസൈനൊക്കെ നിനക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചു പോവുകയാണ് മാനസയോട്. കൃഷിന്റെ പ്രശംസ കൂടെ കേൾക്കുമ്പോഴത്തേക്കും മാനസയ്ക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കൺമണിയാണെന്നുണ്ടെങ്കിൽ കൃഷിന്റെയും സാഗറിന്റെയും മുമ്പിൽ വെച്ച് മാനസയെ ഡിസൈൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇതേ സമയം കൺമണി താൻ വരച്ചതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് മാനസയുടെ ഡിസൈനാണ്. അത് ആർക്കും ഇഷ്ടപ്പെടുന്നുമില്ല. ശ്രീനിവാസനൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ഡിസൈൻ നീ മനസ്സിരുത്തി തന്നെയാണോ വരച്ചത്? കാരണം ഇത്രയും മോശപ്പെട്ട ഒരു ഡിസൈൻ കൺമണിയെ കൊണ്ട് വരയ്ക്കാൻ സാധിക്കില്ലെന്ന് ശ്രീനിവാസന് നന്നായിട്ട് അറിയാം. ശ്രീനിവാസനൊക്കെ ആണെങ്കിലും ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുമ്പോൾ കൺമണി എന്ത് പറയണമെന്നറിയാതെ മുഖം താഴ്ത്തി നിൽക്കുന്നു. കൃഷ്ണാണെങ്കിൽ പിന്നീട് മാഹിയോടും പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു ഡിസൈൻ മാനസയ്ക്ക് വരയ്ക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് മാഹിയാണെങ്കിലും ആകെ നിരാശനാവുന്നുണ്ട്. അങ്ങനെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.